ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രെഡും പൊട്ടറ്റോയും വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് റെഡിയാക്കുന്നത്. ഇത് പെട്ടെന്ന് റെഡിയാക്കാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് 4 സ്ലൈസ് ബ്രെഡാണ് എടുക്കുന്നത്. അതിൻ്റെ അരിക് കട്ട് ചെയ്ത് മാറ്റാം. ഏകദേശം 250 ഗ്രാം പൊട്ടറ്റോ ബോയിൽ ചെയ്തതിനാണ് 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളത്. ഇത് മധുരം കുറഞ്ഞ ബ്രെഡാണ്. മധുരം ഉള്ള ബ്രെഡിനേക്കാൾ മധുരം കുറഞ്ഞ ബ്രെഡ് ചെയ്യുമ്പോഴാണ് ഇതെനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അത് കൈ കൊണ്ട് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്ത് ബ്രെഡിലേക്ക് ചേർക്കാം. ഈ പൊട്ടറ്റോയുടെയും ബ്രെഡിൻ്റെയും ആ റേഷ്യോ ഒന്ന് കറക്റ്റായിട്ടിരിക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അത് മാത്രമാണ് ഇക്കാര്യത്തിലൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഇതിപ്പോൾ 250 ഗ്രാം പൊട്ടറ്റോയ്ക്ക് ഞാൻ ഒരു 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് മധുരം കുറഞ്ഞ ബ്രെഡാണ്. അപ്പോൾ പൊട്ടറ്റോ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത് കൂടി ചേർക്കാം. വലിയ സവാളയാണെങ്കിൽ പകുതി മതി. 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പാകത്തിനുപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. മുളക് പൊടി ഒന്നും അധികം ആവാൻ പാടില്ല, അതിൻ്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കും. അതൊന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. നമ്മളീ പറഞ്ഞ റേഷ്യോ കറക്റ്റ് ആണെങ്കിൽ അത് കറക്റ്റ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. കയ്യിലല്പം എണ്ണ തൂത്തിട്ട് ഞാനിവിടെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് എടുക്കുന്നത്. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. ഈ ഒരളവിന് ഏകദേശം 8 സ്നാക്കോളം കിട്ടുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയേക്കാൾ എപ്പോഴും നല്ലത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലായിരിക്കും. അതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമുക്കത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ആദ്യം ഒരെണ്ണം ഞാൻ ഇട്ട് നോക്കിയതാണ്. അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി സമയം വേണ്ടി വരില്ല, കാരണം പൊട്ടറ്റോ ഓൾറെഡി കുക്ക്ഡാണ്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ എടുക്കുക. ഇനി ഈ കളറിൽ എടുക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വേണമെങ്കിൽ കുറച്ച് മുമ്പും കൂടെ എടുക്കാം, പക്ഷേ ഈ കളറിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പുതിന ചട്നി അതിന് ഏറ്റവും ബെസ്റ്റാണ്. ഇതിൽ രണ്ടിലേതിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂ.